ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് യൂനുസ്, അദ്ദേഹം നോബൽ പ്രൈസ് വിന്നറാണ്. അദ്ദേഹത്തിനെതിരെ ട്രംപിന് പേഴ്സണലായിട്ട് വിരോധമുണ്ട്. കാരണം അമേരിക്കൻ ഇലക്ഷനിൽ കയറി ഇടപെടാൻ ശ്രമിച്ചു. 2016 ട്രംപ് മത്സരിച്ച സമയത്ത് ഹിലരി ക്ലിൻ്റൺ ആയിരുന്നു ട്രംപിനെതിരെ മത്സരിച്ചത്. നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ്. അന്ന് വലിയ വാർത്തയുണ്ടായി. ഈ പറയുന്ന മുഹമ്മദ് യൂനുസ്, അന്ന് അദ്ദേഹം ഒന്നുമല്ല, നോബൽ പ്രൈസ് വിന്നറാണ്. അവിടുത്തെ ഗ്രാമീൺ ബാങ്കിൻ്റെ ചെയർമാനാണ്. വളരെയധികം പേര് ആ ഗ്രാമീൺ ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്. എനിക്ക് അദ്ദേഹത്തിന് പല സംഘടനകളുണ്ട്. അതിൻ്റെ അകത്തു നിന്നെല്ലാം എടുത്തിട്ട് ആദ്യം ഏകദേശം $1,00,000, പിന്നെ $2,00,000, ഏകദേശം $3,00,000 ഹിലരി ക്ലിൻ്റൻ്റെ ഇലക്ഷന് വേണ്ടി മുഹമ്മദ് യൂനുസ് സംഭാവന ചെയ്തത്. അതായത് ഒരു തേർഡ് പാർട്ടി വേൾഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം, അതായത് ബംഗ്ലാദേശ് പോലെയുള്ള ഒരു രാജ്യത്തു നിന്നാണ് ഈ ഗ്രാമീൺ ബാങ്കിൻ്റെ അന്ന് പണം എടുത്തിട്ട് ഹിലരി ക്ലിൻ്റന് വേണ്ടി കൊടുക്കുന്നത്. അതായത് ബിൽ ഗേറ്റ് ക്ലിൻ്റൺ ഫൗണ്ടേഷനാണ് ഈ പണം നിക്ഷേപിക്കുന്നത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിലൊക്കെ വന്നു. അത് അമേരിക്ക വലിയ ചർച്ചയായി. അപ്പം അതിനുശേഷം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ട്രംപ് അതിനെ ശക്തമായിട്ട് വിമർശിച്ചു. അതിനുശേഷം അത് വെബ്സൈറ്റിൽ നിന്ന് ഇവർ കൊടുത്ത പണത്തിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് മാറ്റി. കാരണം അമേരിക്ക വലിയ ചർച്ചയായി. കാരണം എങ്ങനെയാണ് ബംഗ്ലാദേശ് പോലൊരു രാജ്യത്ത് അതിൻ്റെ ഗ്രാമീൺ ബാങ്ക്, കാരണം സാധാരണക്കാരെ സഹായിക്കുന്നവരാണ്, അതിനകത്ത് മുഹമ്മദ് യൂനുസ് ഇത്രയും പണം, അതായത് ഏകദേശം $3,00,000 ഈ ഹിലരി ക്ലിൻ്റന് വേണ്ടി കൊടുക്കുന്നത് എന്താണ്, ഇലക്ഷന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത സംഭവം, അതായത് ഈ പറയുന്ന മുഹമ്മദ് യൂനുസിന് നല്ല പണി കൊടുക്കാൻ പോവുക ട്രംപ്. അതായത് പല ഏജൻസികളും ഇതിനെപ്പറ്റി ഓരോന്നായിട്ട് വാർത്തകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. മറ്റൊരു സംഭവം ഉണ്ടായത് ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്ന സമയത്ത് ഈ മുഹമ്മദ് യൂനുസും ഈ ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം അവരുടെ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും ബിൽ ക്ലിൻ്റൻ്റെയും മറ്റു പല ഫംഗ്ഷനും ഇദ്ദേഹം സ്പെഷ്യൽ ഇൻവൈറ്റിയാണ് അമേരിക്കയിൽ. പല രാജ്യത്തും ഇവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ മുഹമ്മദ് യൂനുസ് ഇവരവരെ പോർട്രേറ്റ് ചെയ്യുന്ന ഏഷ്യയിലെ രാഷ്ട്രപിതാവ് ഇദ്ദേഹമാണ്, ഏഷ്യ എന്ന് പറയുന്ന പട്ടിണി രാജ്യത്തെ മാറ്റി എന്നുള്ള വലിയ PR എക്സർസൈസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ട സമയത്ത് ബംഗ്ലാദേശ് കഴിഞ്ഞിടയ്ക്ക് മാറുന്നതിന് മുമ്പ് വേൾഡ് ബാങ്ക് ഏകദേശം $1.2 ബില്യൺ അവിടുത്തെ ഒരു ബ്രിഡ്ജ് പ്രോഗ്രാമിന് വേണ്ടി സാങ്ഷനായി കൊടുത്തു. കാരണം ലോണായിട്ട് കൊടുക്കാൻ, കാരണം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് സംഭവങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വേൾഡ് ബാങ്ക് ഈ പണം കൊടുത്തത്. നിങ്ങൾക്കറിയാം, വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. അതിനുശേഷം ഈ ഹിലരി ക്ലിൻ്റൺ ഷെയ്ഖ് ഹസീനെ വിളിച്ചു പറഞ്ഞു, അതായത് അതിൻ്റെ പണം ഞങ്ങളിപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല, ചിലപ്പോൾ ഞങ്ങളത് ക്യാൻസൽ ചെയ്യും. അത് ബംഗ്ലാദേശിലെ പത്രങ്ങളിലും ഗ്ലോബൽ പത്രങ്ങളിലും വലിയ വാർത്തയായി. കാരണം അപ്പോൾ അവരുടെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഷെയ്ഖ് ഹസീനെ രാജിവെക്കുകയാണെങ്കിൽ പണം തരാം. ഇതേ രീതിയിൽ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഷെയ്ഖ് ഹസീന തന്നെ അത് ഡിനേ ചെയ്യേണ്ടി വന്നു. കാരണം വലിയ കോൺട്രവേഴ്സിയായി. കാരണം നിങ്ങൾക്കറിയാം, ബംഗ്ലാദേശ് ചെറിയൊരു രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ മേജർ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഈ $19 ബില്യൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ്. അമേരിക്കയാണ് ഈ പണം കൊടുക്കുന്നത്, കാരണം എക്സ്പോർട്ട് മെയിനായിട്ട്. കാരണം ആ പണം കൊണ്ടാണ് അവർ ശരിക്കും അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതിനുശേഷം ഷെയ്ഖ് ഹസീന ഒരു വല്ലാത്ത ക്രൈസിസിലോട്ടങ്ങ് പോവുക. പിന്നീട് മനസ്സിലാക്കുക, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്ന സമയത്ത് ഈ മുഹമ്മദ് യൂനുസിൻ്റെ മകള് ഒരു NGOയിൽ വർക്ക് ചെയ്യുക, ഒരു ഗ്ലോബൽ NGOയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കൺസൾട്ടൻറ്റിൻ്റെ കൂടിയായിരുന്നു. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും രസകരമായ സംഭവം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ബൈഡനെ വിളിക്കുന്നു, ഇങ്ങനൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ സമയത്തല്ല, അതായത് അമേരിക്കയോ എന്ന് പറഞ്ഞ അമേരിക്കൻ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഈ ബംഗ്ലാദേശിന് ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യുന്ന യാതൊരു പ്രശ്നവുമില്ല, അത് ഒരു കുഴപ്പമില്ലെന്ന രീതിയിലാക്കി കൊടുത്തത് മുഹമ്മദ് യൂനുസിൻ്റെ മകളാണ് അമേരിക്കയിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് വേണ്ടി നിന്നത്. കാരണം അവരവിടുത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ വലിയൊരു കൺസൾട്ടൻ്റാണ്, ഏഷ്യൻ രാജ്യങ്ങളുടെ കൺസൾട്ടൻ്റാണ് ഈ മകളെന്ന് പറയുന്നത്, മോണിക്ക യൂനുസ്. ഇതിന് ശേഷം
അന്നും ഈ ട്രംപ് കയറി ഇടപെട്ടു, റിപ്പബ്ലിക്കൻ പാർട്ടികളൊക്കെ കയറി ഇടപെട്ടു. കാരണം ഇവർ ഇങ്ങനെ ഇതേപോലെ രീതിയിൽ ഇവരുടെ വർത്താനം കേട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആക്ഷൻ എടുക്കരുത്, ഈ രീതിയിൽ പോകാൻ പാടില്ല, ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ബേസിക്കലി ഇത്രമാത്രം ഹിന്ദുക്കളെ അവിടെ നിന്ന് അടിച്ചു ഓടിച്ചിട്ട് പോലും ഈ യൂനിസിൻ്റെ താൽക്കാലിക ഗവൺമെൻറ് ഒരു ആക്ഷൻ എടുക്കാതിരുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുന്ന അവിടുത്തെ ഒരു ടെറർ ഗ്രൂപ്പ് അവിടെ ഹിന്ദുക്കളെ മറ്റുള്ളവരെ അടിച്ചോടിച്ച സമയത്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിശബ്ദമായിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മകളുടെ ഇൻഫ്ലുവൻസ് ആണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട്. കാരണം അവർ ഏഷ്യൻ രാജ്യങ്ങളിലെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കൺസൾട്ടൻ്റാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ട്രംപ് വിടാൻ ഒരു തീരുമാനമില്ല. ഇപ്പം ട്രംപിൻ്റെ ഏറ്റവും അടുത്ത റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നേതാവ് ഇപ്പം ടെലിഫോണിൽ ഞാനുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അറിയുന്നത് ട്രംപ് ഈ പറയുന്ന മുഹമ്മദ് യൂനിസിനെ കുരുക്കാൻ തന്നെ തീരുമാനിച്ചു. ഇൻവെസ്റ്റിഗേഷൻ എത്രയും പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യും. കാരണം ട്രംപിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് $3 ലക്ഷം മുഹമ്മദ് യൂനിസ് കൊടുത്തത്. ഒന്ന്. രണ്ടാമത് ഈ എല്ലാ രീതിയിലും ഡെമോക്രാറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അത് ഈ $3 ലക്ഷം ഇതേപോലെ രാജ്യത്തിന് കൊടുക്കുന്നത് ഇല്ലീഗലാണ് ബേസിക്കലി. കാരണം ആ രാജ്യത്ത് പോലും പണമില്ല, പിന്നെ എങ്ങനെയാണ് അവിടെ ആ ഗ്രാമീൺ ബാങ്കിൻ്റെ പണം എടുത്ത് ഇവിടെ കൊടുക്കുന്നത്? രണ്ടാമതൊരു കാര്യം, യൂനിസിൻ്റെ മകൾ എത്രമാത്രം ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ സ്വാധീനം ചെലുത്തി അവിടെയുള്ള ഹിന്ദുക്കൾക്കെതിരെ അമ്പലത്തിനെതിരെ കലാപം നടത്തിയപ്പോൾ ഇവരാണത് സ്പെസിഫൈ ചെയ്ത് ഒരു ആക്ഷൻ എടുക്കണ്ടായെന്നും, അതായത് അവർക്കെതിരെയുള്ള ഈ യൂനിസ് ഗവൺമെൻറ്റിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അതിന് യാതൊരു രീതിയിലുള്ള ആക്ഷൻ എടുക്കേണ്ട എന്നുള്ള രീതിയിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നിലപാടെടുത്ത് ഈ മകളായ മോണിക്ക യൂനിസിൻ്റെ പ്രേരണയാൽ. ഇതെല്ലാം കൂടെ വെച്ചുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നടക്കുന്നത്. അതായത് പറയാൻ പോകുന്നത് വരാൻ പോകുന്ന ദിവസം, അതായത് ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് അവിടെ ഇനി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അയാളിവിടെ പ്രധാനമന്ത്രി ആയാലും ഇല്ലെങ്കിലും എന്താണെങ്കിലും അയാൾക്കെതിരെ അമേരിക്കൻ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ നിയമപരമായ നടപടിയെടുക്കും. കാരണം ഇയാളുടെ കുടുംബമെല്ലാം അമേരിക്കയിലാണ്, ഈ പറയുന്ന യൂനിസിൻ്റെ വളരെയധികം ബന്ധുക്കളെല്ലാം. കാരണം ട്രംപ് ഈ ഡെമോക്രാറ്റ്സ് ഇരുന്ന സമയത്ത് ഇവരെല്ലാവരും അമേരിക്കയിലോട്ടങ്ങ് പോയി. ഈ നടപടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മുഹമ്മദ് യൂനിസിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത. കാരണം അമേരിക്കൻ ഇലക്ഷൻ കയറി ഇടപെട്ടു, പണം കൊടുത്തു. ഒന്ന്. രണ്ട്, ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് ബംഗ്ലാദേശിനുള്ള ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്ത സമയത്ത് മോണിക്ക യൂനിസ് ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെയുള്ള കലാപകാരികൾക്കെതിരെ ആക്ഷൻ എടുക്കാതിരിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. ഇപ്പോൾ ഇതെല്ലാം കൂടെ കാണിച്ച് സംഭവം വളരെ സീരിയസ്. അതേപോലെ തന്നെ അതിനകത്ത് ചിലപ്പം ഹിലരി ക്ലിൻ്റൻ്റെ പേര് വരാൻ സാധ്യതയുണ്ട്. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ബാങ്ക് പണം കൊടുത്തിട്ട് ആ പണം അവാമി ലീഗ്, അതായത് ഷെയ്ഖ് ഹസീന ഇരുന്ന സമയത്ത് അത് വളരെയധികം താമസിപ്പിച്ച് കൊടുത്തതിൻ്റെ കാരണം അത് ലോണായിട്ട് കൊടുത്ത പണം കാരണം ഹിലരി ക്ലിൻ്റനാണ് മോണിക്ക യൂനിസിൻ്റെ അതേപോലെ മുഹമ്മദ് യൂനിസിൻ്റെ പ്രേരണയാൽ. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുവാണെങ്കിൽ മുഹമ്മദ് യൂനിസിനെതിരെയും മോണിക്ക യൂനിസിനെതിരെ ഹിലരി ക്ലിൻ്റനെതിരെ നല്ലൊരു അന്വേഷണം അമേരിക്ക തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കാത്തിരിക്കാം എന്താണ് ഉണ്ടാകാൻ പോകുന്നത്.